കുട്ടികളെ നമുക്ക് തമോ ഗുണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നോക്കൂ അമ്മമാരെ, നിങ്ങൾ ചെയ്യുന്ന മഹാക്രൂരത എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ കുട്ടികളെ ട്യൂഷന് നേരിട്ട് പറഞ്ഞയക്കരുത്. കാരണം ഓൾറെഡി ബ്ലഡിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ്, വീട്ടിൽ അന്തരീക്ഷം ഗ്യാസ് കത്തിക്കുന്ന രാത്രി കത്തിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. അത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് അത് ബ്ലഡിൽ അധികരിച്ച് പിന്നെ രാവിലെ തന്നെ ഉറക്കം ഇവർ ലേറ്റാണ്, 11 മണി വരെ ഇരുന്ന് തോണ്ട് തന്നെയാണ്. അത് കിടന്നുറങ്ങാൻ 10 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് തന്നെ ശരിയല്ല സയൻറ്റിഫിക്കലി. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ നമ്മുടെ ദഹനശക്തി കുറയും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് കോംപ്ലിക്കേഷൻസും ഉണ്ട്. വൈകുന്തോറും ഹെൽത്ത് കോംപ്ലിക്കേഷൻ കൂടും. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും, ബ്രിട്ടീഷുകാർ പോലും യൂറോപ്യൻസ് പോലും സൂര്യാസ്തമയം അവർ 7 മണിക്ക് ഡിന്നർ കഴിക്കും. നമ്മളാണ് വളരെ ലേറ്റ് ഡിന്നർ കഴിക്കുന്നത്. എത്രത്തോളം ലേറ്റ് ഡിന്നർ കഴിക്കുന്നോ അത്രത്തോളം അൺഹെൽത്തിയാണ്, അത്രത്തോളം രോഗങ്ങളാണ് നമുക്ക്. അപ്പം അതുകൊണ്ടാണ് ഏർലി ഡിന്നർ എന്ന് പറയും. എന്താണ്, പഴയ കാലത്തൊക്കെ ഒരു 7 മണിയാകുമ്പോഴേക്കും ആളുകൾ രാത്രി അത്താഴം കഴിക്കുന്നവർ 8 മണിയാകുമ്പോഴേക്കും, പണ്ട് കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലത്ത്. പിന്നെ ഈ കറണ്ടൊക്കെ വന്നപ്പോഴാണ്, സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് ആളുകളുടെ ഡിന്നറൊക്കെ വളരെ ലേറ്റായത്. അതും രാത്രിയിൽ നോൺ വെജ് ഒന്നും ഒട്ടും കഴിക്കരുത്. കാരണം നോൺ വെജിന് ദഹിക്കാൻ കൂടുതൽ സമയം വേണം, കൂടുതൽ എനർജി വേണം. അപ്പം എന്തുകൊണ്ടാണ് ഈ നോൺ വെജ് കഴിക്കരുത് പറഞ്ഞാൽ, നോൺ വെജ് ദഹിക്കാൻ വേണ്ടി എനർജി കൂടുതൽ എടുക്കുമ്പോൾ അവർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവിടെ ആക്റ്റീവാണ് എനർജി. അപ്പം പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം വേണം രാത്രിയിൽ. അതാണ് പഴയ ആളുകൾ കഞ്ഞിയൊക്കെ കഴിച്ചത്. അപ്പം ഇവിടെ വലിയ വർക്ക് ഉണ്ടാവില്ല, മധ്യപ്രദേശിൽ വർക്ക് ഉണ്ടാവില്ല. കാരണം എനർജിയൊക്കെ വളരെ സെറ്റിൽ ഡൗൺ ചെയ്തു. അപ്പം പിന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റും. ഈ ഡീപ്പ് സ്ലീപ്പ് കുറഞ്ഞ് രാത്രി നോക്കൂ, നിങ്ങൾ ലേറ്റായി കിടന്ന് അപ്പം രാവിലെ എണീക്കുന്നത് തന്നെ ഡള്ളാണ്. ആണോ? ഈ കുട്ടി നേരെ കുളിയും കഴിഞ്ഞ് ക്ലാസ് റൂമിൽ പോയാൽ പറയുന്നതിലൊന്നും ഒന്നും മിണ്ടാത്ത നിങ്ങൾ ഉണ്ടാകുമോ? ഇത് എന്തിനാ പറഞ്ഞേക്കുന്നത് നമ്മൾ? അപ്പം ഈ കുട്ടികളുടെ ജീവിത രീതികളൊന്ന് മാറ്റിയെടുക്കണ്ടേ? വേണ്ടയോ? അപ്പം രാത്രിയിൽ അധികം നോൺ വെജ് കൊടുക്കരുത്, അത് ശീലിക്കണം. പിന്നെ കുട്ടികൾക്ക് എളുപ്പം ദഹിക്കാവുന്ന, അതിനാണ് ഈ ചെറുപയർ പോലുള്ള കാര്യങ്ങളൊക്കെ, അത് വളരെ ഹൈലി പ്രോട്ടീനാണ്. ഇതൊക്കെ പഴയ കാലത്ത് കഞ്ഞിയും അതൊക്കെ ഒരു ശീലങ്ങൾ കുട്ടികളുടെ ഉണ്ടാക്കി കൊടുക്കണം. അത് മനസ്സിലായില്ലേ? അതുപോലെ ഈ ഫ്രൈഡ് റൈസ്, അതുപോലെ ഗീ റൈസ്, അങ്ങനെ ഹെവി സാധനങ്ങൾ ദഹിക്കാൻ അധികം സമയമെടുക്കുന്നൊന്നും രാത്രി ഈ അമ്മമാരാണ് സത്യം പറഞ്ഞാൽ കുലദ്രോഹികൾ. കാരണം ഒരുവിധം കുട്ടികളെയൊക്കെ രോഗികളാക്കി ഹാർട്ട് പേഷ്യൻ്റ് ആക്കുന്നതൊക്കെ ഈ അമ്മമാരാണ്. സ്നേഹം കൊണ്ട് കൊല്ലുന്നവരാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് വിവേകമില്ല, നിങ്ങൾ വിവരക്കേട് കാണിക്കുകയാണ്. കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും രാത്രിയിൽ കഴിക്കാൻ പാടില്ല പറഞ്ഞാൽ നിനക്ക് ഹെൽത്ത് ഉണ്ടാവില്ല, ചത്തുപോകും. അത് തന്നെ ഫ്യൂസ് അടിച്ചു പോകുന്നു. അപ്പം നമ്മൾ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കണ്ടേ? വേണ്ടയോ? പാവം ക്യാൻസറിൻ്റെ വലിയ ഒരു ഇന്ന് നമ്മുടെ കേരളത്തിന് കിട്ടിയ ആളാണ് ഡോക്ടർ, നിങ്ങൾക്കറിയാം, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗംഗാധരൻ. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഫുഡിൽ മാറ്റം വരുത്താതെ ക്യാൻസർ മാറ്റാൻ പറ്റിയ, ഫുഡിൽ മാറ്റം വരുത്തൂ. ഇന്നിപ്പോൾ നോക്കൂ, 40-50 വയസ്സുള്ള ചെറുപ്പക്കാരാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് വരുന്നത്. എത്ര എണ്ണമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്? കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുമ്പത്തെ വർഷമാണോ അറിയില്ല, അദ്ദേഹത്തിൻ്റെ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ ഉണ്ട്. ഒരു വർഷം ഞാനായിരുന്നു ഗസ്റ്റായിട്ട് പോയിരുന്നത്. അപ്പോൾ ഇത് കാണാം നമുക്ക് എത്ര ചെറുപ്പം കുട്ടികളാണ്. കാരണം ഞങ്ങൾ എല്ലാ വർഷവും എറണാകുളത്ത് ക്യാൻസർ പേഷ്യൻ്റ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ വരുന്ന കണ്ട് സങ്കടമാണ്. അവരൊക്കെ ക്യാൻസറാണ് ഇത്ര ചെറുപ്പത്തിൽ കുട്ടികൾക്ക്. എവിടെ നിന്നാണത്? അച്ഛനും അമ്മയും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ആഹാരമാണ് സ്പേം ആവുന്നത്, എഗ് ആവുന്നത്. ഇത് ബ്ലഡായി ഉള്ള കൺവേർഷനാണത്. അപ്പോൾ ഈ ആഹാരം തെറ്റിയാൽ അടുത്ത തലമുറയുടെ ജീവിതം പോലും അപ്പം നിങ്ങൾ ഈ കുട്ടികൾക്ക് രാത്രി ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, ഈ കുട്ടി നാളെ കല്യാണം കഴിച്ച ആ കുട്ടിയുടെ കുട്ടി നാളെ ക്യാൻസർ പേഷ്യൻ്റാണ്. കാരണം നിങ്ങളെല്ലാം തകർക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം യമൻ്റെ രൂപത്തിൽ വരികയാണ്, കാലരൂപത്തിൽ, ഒരു വംശത്തിൻ്റെ നാശരൂപത്തിൽ. അതുകൊണ്ട് ചില കാര്യത്തിലൊക്കെ നമ്മളിത്തിരി ഇപ്പം നോക്കൂ, ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയാൽ, വൈദ്യൻ്റെ അടുത്ത് പോയാൽ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, നിങ്ങളുടെ രോഗം മാറുന്നുള്ളൂ. അത് കഷായം കയ്പിൻ്റെ ഒടുക്കത്തെ കയ്പായാലും കുടിച്ചെന്നേ പറ്റുള്ളൂ. ആണോ? പഴയ കാലത്തൊക്കെ ഈ അമ്മമാർ കഷായങ്ങളൊക്കെ തന്നിട്ടില്ലേ നിങ്ങൾക്ക്?
ഭയങ്കര കയ്പുള്ള സാധനം തന്നിട്ടില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? അന്നെന്തേ അവർ ഇത്രയും ക്രൂരത കാണിച്ചത്? കാരണം അവർക്കറിയാം ഇത് തന്നാലേ നിങ്ങൾക്ക് ആരോഗ്യവും പ്രതിരോധവും ഉണ്ടാവുള്ളൂ. അവര് നിങ്ങൾക്ക് കയ്പ് തരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവർ തന്നത്, അവരാരോഗ്യം നോക്കിക്കൊണ്ടാ തന്നത്. ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? എന്നാൽ നമ്മളത് കോംപ്രമൈസ് ചെയ്തു. നമ്മൾ ഫുഡിൽ മാറ്റം വരുത്തി. ഈ രാത്രിയൊക്കെ ഫ്രൈഡ് റൈസും രാത്രിയൊക്കെ ഹെവി ഫുഡും, അതും കേരളക്കാരൻ്റെ ഒരു വലിയ ദുരന്തമാണ് ഈ പൊറോട്ട എന്ന് പറയുന്ന സാധനം. എന്തൊരു ദുരന്തം പിടിച്ച ഫുഡാണെന്നറിയോ ഈ പൊറോട്ട എന്ന് പറയുന്ന സാധനം? ഇത് മുഴുവൻ ദഹിക്കണം എന്നില്ല. ഓരോരുത്തരുടെയും ദഹനത്തിന് വേരിയേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ വയറിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ, വയറുവേദനയൊക്കെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പൊറോട്ടയുടെ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നത്. വായിക്കാറില്ലേ നിങ്ങൾ പത്രത്തിൽ?